പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്നെ പറഞ്ഞോ, വല്ലാഹി സുമ്മ വല്ലാഹ് ഞാൻ ആരോടും പറയാം. ഹക്കീം സാഹിബ് ചോദിച്ചു, നിങ്ങൾ ഉൾപ്പെടണ്ട, ഞാൻ ആരോട് ചൊല്ലല്ല, ഓക്കറിയോ ഈ വിഷയം എല്ലാം ശരിയാക്കോ. അപ്പടെ മുട്ട എത്ര പൈസ ഉണ്ട്, ഇത് പൈസയിൽ ശരിയാവല, ഹക്കീം സാഹിബ് ഇരുന്നു. ഹക്കീം സാഹിബിന്റെ മടിയിലേക്ക് തല വെച്ചിട്ട് സുഹൂറ ഇങ്ങനെ ഇരുന്നു. നിനക്കറിയോ മധുമാശരാവിലെ മറയാത്ത പോവി അറിയുമോ എന്നുടെ മനസ്സിന്റെ വേദന. മധുമാസരാവിലെ വിരിയാത്ത പൂവ് നീ അറിയുമോ എന്നുടെ വിരഹത്തിൻ വേദന. അഗ്നിപരീക്ഷയിൽ കഴിയുന്ന പെണ്ണു നീ ആരും അറിയാതെ തേങ്ങുന്ന പെണ്ണു ഞാൻ. അഗ്നിപരീക്ഷയിൽ കഴിയുന്ന പെണ്ണു നീ ആരും അറിയാതെ തേങ്ങുന്ന പെണ്ണു ഞാൻ. അല്ലാ 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 മധുമാസരാവിലെ വിരിയാത്ത പൂവ് നീ അറിയുമോ എന്നുടെ വിരഹത്തിൻ വേദന. ഹക്കീം സാഹിബിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് സുഹറ അവൾക്കുള്ള തലനിങ്ങനെ തടകിട്ട് പറഞ്ഞ്, സുഹറ നീ സത്യം ചെയ്തിട്ടുണ്ട്, നിനക്ക് ബേജാറാവല്ല, എല്ലാരോടും പറയല. ഞാൻ ആരോടും പറയല. ഹക്കീം സാഹിബ് പറഞ്ഞ്, എന്റെ മനസ്സിൽ ഒരു പെണ്ണിന്റെ കഥ ഓർമ്മ പണ്ട്. സുബ്ഹാനല്ലാഹ്, പെണ്ണ ഒരു പെഞ്ഞായിരം മുട്ട പിന്നെ ഒരു പെണ്ണ് ഓർമ്മ പണ്ടില്ല, അവസ്ഥ എന്താവും? പെണ്ണ നിങ്ങൾ വേറെ വിറ്റു മങ്ങലായന. അതാ 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 ഇല്ല ഞാൻ മിണ്ടുന്നില്ല, പറ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. സുന്ദരിയായ പെണ്ണ് ബീബി ആശുറ, ഇറാഖിന്റെ ആഫ്കോസ് നാട്ടിന്റെ അബ്ദുള്ള രാജാവിന്റെ പെണ്ണായ ആശുറാൻസിത്തൊരു പെണ്ണിന് ഹക്കീം സാഹിബ് ചൊല്ല, ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞതുപോലെ ഹക്കീം സാഹിബ് ആശുറ ബീബിന്റെ കഥ പറഞ്ഞു കൊടുത്ത് ആ പെണ്ണിന് അബ്ദുള്ള രാജാവ് മങ്ങലായി, മക്കളായില്ല. അവസാനം അബ്ദുള്ള രാജാവ് ഹജ്ജിക്ക് പോയി. അയാൾ അനിയൻ അബ്ദുറഹ്മാൻ രാജാവായപ്പോ വിചരിക്കാൻ വന്ന് അനുവദിച്ചില്ല. എറിഞ്ഞു കൊല്ലാൻ കാട്ടിലേക്ക് കൊണ്ടുപോയി, എറിഞ്ഞ് മരിച്ചില്ല. അവസാനം അറബി കൊണ്ടുപോയിട്ട് വീട്ടിലേക്കാക്കി. അപ്പോ കഥ ഇൻട്രസ്റ്റ് ആയി, തന്നി കൊടുത്തു, ഇനി ചൊല്ലു ഭാര്യ ചന്തമുണ്ട്. അങ്ങനെ കഥ ചെല്ലി 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 ആശുറ ബീവി കപ്പളുക പത്തിട്ട്. അവിടെയും സലാമത്തായില്ല, കപ്പള് പൊട്ടി. കപ്പളിന്റെ പലകയിലായിട്ട് ഒരു നാട്ടിലേക്ക് എത്തി. ഏത് നാട്? യമൻ നാട്. ഞങ്ങളെ റായ, ഞങ്ങളെ ഇതേ റായത്തേക്ക് ബന്ധു. ശരി. എന്നിട്ട് ആ പെണ്ണ് മുടി കട്ടാക്കി, തൊപ്പി വെച്ച്, മുണ്ടാസ് കെട്ടി, കമീസിട്ട്, എന്താ ഹൈ ക്ലാസ് അല്ല ബെസ്റ്റ് ക്ലാസ്. എന്നിട്ട് മറന്നു കൊടുക്കൂ, എല്ലാവർക്കും സിഫയായി. അപ്പോ ഈ നാട്ടിന്റെ അബ്ദുൽ ലത്തീഫ് ചക്രവർത്തിന്റെ മോള് സുഹുറാക്ക് ഭയങ്കര ജോറ്, പിരാന്തല്ല, സുഖയില്ലാതായി. ഓൾക്ക് ഹക്കീം സാഹിബ് മരുന്ന് കൊടുത്തു. ഓളെണിച്ചിട്ടിരുന്ന് അവക്ക് സുഖായി. എന്നിട്ട് ഓളെ മങ്ങലായി. എന്നിട്ട് ഇപ്പൊ ഇതാ ഞാൻ ഇങ്ങനായി. ആയതുകൊണ്ട് സുഹറ, നീ ആരോട് ഇത് പറയരുത്. എന്റെ ഭർത്താവ്, എന്റെ മാപ്പിള അബ്ദുള്ള രാജാവ് ഇൻഷാ അല്ലാഹ് ഇവിടത്തേക്ക് വരും, ഉറപ്പ് വരും. ഇറാഖിനൂടെ ഒരു കാലത്ത് വരും. ചന്തത്തിന്റെ പാലക്കാരൻ നല്ല ആളാ, നിനക്ക് തരപ്പെട്ട പുതിയാപ്പിള അയാളാ. ആയതുകൊണ്ട് എന്റെ ഭർത്താവിനക്ക് അയാള് വന്നെങ്കിൽ നിന്നെ ഞാൻ നിക്കാഹ് വെച്ച് കൊടുപ്പിക്കും. നീ ആരോടും പറയരുത്. ഒറ്റ ചാട്ടം. അക്കപ്പാട്ട് തുറന്നിട്ട് പട്ട് ഷാരെല്ലാം വലിച്ചെടുത്ത്, ആശുറ നീ പെണ്ണ, ഇങ്ങനെയുള്ള ഒരു പെണ്ണ് എനിക്ക് കിട്ടിയെങ്കിൽ മാപ്പിളക്ക് മണ്ണിട്ടപ്പോ നീ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഈനെല്ലാം എടുത്തിട്ട് ആശുറ ബീബിക്ക് നല്ല പെണ്ണാക്കി ഇങ്ങനെ നിപ്പിച്ചപ്പോ ഇല്ലേ. എന്നിട്ട് സുഹറ നോക്കാൻ തുടങ്ങി. നിങ്ങൾ പെണ്ണായെങ്കിൽ ചന്താവാ, ആണായെങ്കിൽ ചന്തമേ ഇല്ല.
അങ്ങനത്തെ പെണ്ണായിരിക്കണം. ഇതങ്ങനല്ല, പുതിനായിട്ട് ചന്തയിരിക്കും, മങ്ങിലത്ത് പോയിട്ട് എങ്ങനെ ഉണ്ട് പെണ്ണല്ലാത്ത ഓക്ക് ചൂടായി. അവളെ പല്ല് അങ്ങനെ നന്റെ പോലല്ലേ അവളത് ഒന്നിങ്ങക്കുണ്ട്, അങ്ങനെ ഉണ്ടാവും. ആശൂർ അങ്ങനല്ല, എങ്ങനെയുണ്ട് പെണ്ണ്, എന്ത് ശബ്ദത്തിലെ പെണ്ണ്, അങ്ങനെ ചെല്ലുന്ന മനസ്സ് നമുക്ക് പറഞ്ഞു. ആശൂറ അനക്ക് മാപ്പിളയും വേണ്ട, ആരും വേണ്ട. സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്ത് 2 ആള് നിസ്കാരം, നല്ലതിന്റെ ഒക്കെ കൂടി നല്ല സുഹറ. ഇപ്പൊ ആശൂറാന്റെ പോലെ തന്നെ സുബൈക്ക് ഓർ വരുമ്പോ 2 ആള് ഭാര്യ ഭർത്താക്കന്മാർ. ഇപ്പൊ മരുന്ന് കൊടുക്കൽ കൊട്ടാരത്തില് രാജാവിന്റെ മരിമോനല്ലേ, എന്നെ അബ്ദുൽ ലത്തീഫ് രാജാവ് മരിച്ചെങ്കിൽ ഇയാളെ രാജാവ്. ആൾക്കാരെല്ലാം മരുന്നിൽ വരുന്നു, മരുന്ന് വാങ്ങുന്നു. അവിടെ ആശൂറ ബീബി ഹക്കീം സാഹിബായിട്ട് സുഹറാനോടുകൂടെ കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ആരെല്ലാം സദഖ ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ ചെറുതുവലുതുമായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആഫിയത്തോടുകൂടെയുള്ള ത്വാഅത്തോടുകൂടെയുള്ള സന്ധിയോടുകൂടെയുള്ള വിശാലതയോടുകൂടെയുള്ള സമാധാനത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് അവർക്ക് നീ അവിടെ ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ വിധിച്ച എല്ലാ ശർറായ ഖലാഇനെ തൊട്ടവരെ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ആഫാത്ത് വരാനും മുസീബത്തുകളെ തൊട്ട്, ഫിത്ന ബടകടുകളെ തൊട്ട്, എല്ലാവിധ രോഗങ്ങളെ തൊട്ട്, ജഅത്തുൽ മൗത്തിനെ തൊട്ട്, പെട്ടെന്ന് വരുന്ന രോഗങ്ങളെ തൊട്ട്, പെട്ടെന്ന് വരുന്ന അപകടങ്ങളെ തൊട്ട് അവരെ നമ്മളെ നീ കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. ഈ ചെയ്ത സദഖയെല്ലാം നമ്മുടെ ഹയാത്തിലും നമ്മുടെ മരണത്തിലും നമ്മുടെ ഖബറിലും നമ്മുടെ ഹിസാബിലും നമ്മുടെ മീസാനിലും നമ്മുടെ സിറാത്തിലും നമ്മൾക്കൊക്കെ ഉപകരിക്കുന്ന അമലാക്കണേ അല്ലാഹ്.